ഹായ്. അപ്പൊ ഞാനും ഞങ്ങളുടെ ഡുണ്ടുമോളും കൂടി ഇന്ന് പറവൂരില്ലടാ, പറവൂരാണുള്ളത്. പറവൂർ എറണാകുളം തോന്നുന്നല്ലേ. അപ്പൊ പരവൂരാണുള്ളത്, കൊല്ലത്താണുള്ളത്. ഇത് ഞങ്ങള് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന്. 8ാമത്തെ ബർത്ത്ഡേ പറഞ്ഞു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ ഡുണ്ടുമോളുണ്ട്. ഡുണ്ടുമോളാ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വരുന്നത്, വാങ്ങിച്ചു തരാൻ വരുന്നതെന്ന് തോന്നുന്നു ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നമുക്ക് ഇടയ്ക്ക് മോൾ ചേച്ചി ഒരു ആന്റി ഉണ്ടായിരുന്നു, എന്റെ ആന്റിയുടെ വീട്ടിൽ ഇറങ്ങാനുണ്ടായിരുന്നു. അവിടെ കയറി ഡുണ്ടുമോൾ അവിടെ നിന്ന് ബിസ്ക്കറ്റും വാങ്ങിച്ചു തിന്ന് വെള്ളവും പൊടിച്ച് അപ്പി ഇട്ടിട്ട് വീണ്ടും കയറിയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, നമ്മുടെ അവിടെയും ചൂടാണ്. മഴക്കാരൊക്കെ വരുന്നുണ്ടെങ്കിലും നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ത് ഗിഫ്റ്റ് ആണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ആ സീലിന്റെ കുട്ടികളെ എടുത്തു. പിന്നെ അകത്ത് കയറി ബാക്കിയുള്ള ടീമിനെയൊക്കെ കണ്ടു കേട്ടോ. ഭയങ്കര വെറൈറ്റി ടൈപ്പ് അസീലൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം കണ്ടിട്ടുള്ളത്. തൃശ്ശൂരിൽ ഷോ ഒക്കെ ഉണ്ടെങ്കിലും പോയി കാണാൻ പറ്റിയില്ല. ഇത്ര അധികം വെറൈറ്റി ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇനി എല്ലാ സാധനത്തിനെയും കൊണ്ടുവരുമ്പോഴും നമ്മുടെ ഡുണ്ടുമോളാണ് നോക്കാറ്. നോക്കിക്കോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ അവിടെ നിന്ന് എണീക്കത്തില്ല. ഒരുമാതിരി ഫെവിക്വിക്കിന്റെ പരസ്യം പോലെയാണ്. പിന്നെ അവളെ കൊന്നാലും അവിടെ എണീക്കത്തില്ല. പിന്നെ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഇരുന്ന് കരയും. കാരണം ഒന്ന് നക്കാനും അതിനെ ഒന്ന് തൊടാനും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ സീല് കളർ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മെയില് അത് അവനെ ആ പിള്ളേരെയും ദത്തെടുത്തു. സ്വന്തം പിള്ളേരാന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല. ഇവരെ ദത്തെടുത്തിട്ടുണ്ട്. എന്തോ സംഭവം എന്ന് അറിഞ്ഞില്ല. അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഡുണ്ടുമോളും അവനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അസീലും ഡുണ്ടുമോളും കൂടെ അവരുടെ മൊത്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. നമുക്കിനി ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വാക്സിൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ആരോടെങ്കിലും ഒന്നുകൂടെ ചോദിച്ചിട്ട് വേണം കൺഫേം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരുടെ റിച്ചാർട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളവും ഒക്കെ ഇട്ട് കൊടുത്തു തുടങ്ങി. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാണ്. പപ്പീസ് എന്നാണ് എന്റെ വായിൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിലൊരു 4 വളരെ ചെറുതുണ്ടായിരുന്നു, ഫുൾ ബ്ലാക്ക് കളർ. ഇനി ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഡുണ്ടുമോൾക്ക് മറ്റേ ലോകത്തില്ലാത്ത കൗതുകമാണ്. ഇപ്പുറത്ത് മാറിയിരുന്ന് നോക്കുന്നു, അപ്പുറത്ത് മാറിയിരുന്ന് നോക്കൂ, എല്ലായിടത്തും ഇരുന്ന് നോക്കി 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 കൊതി തീർന്നിട്ടില്ല അവൾ.